ചിങ്ങം 1-ന് സാമ്പാറും അവിയലും ഉപ്പേരിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ പായസം വെക്കാനൊന്നുമില്ല. പായസം വെക്കാൻ എന്തെങ്കിലും വാങ്ങാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിയത് ഓറഞ്ച് കളർ പരിപ്പാണ്. ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പാകവും എനിക്കറിയില്ല. എന്തായാലും ഞാനിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഏറ്റവും അവസാനം ബ്രൗൺ കളർ കയറി തുടങ്ങിയപ്പോൾ ഒരു സ്പൂണ് നെയ്യ് ചേർത്തു. ഫ്ലെയിം എപ്പോഴും സിമ്മിലാണ്. അത് കഴിഞ്ഞിട്ട് കുക്കറിനകത്തേക്ക് ഇട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലടിച്ചെടുത്തു. തേങ്ങ ചിരവി പാലെടുത്തു. അത് കഴിഞ്ഞിട്ട് ശർക്കര ഉരുക്കിയെടുത്തു. അതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും നെയ്യും കൂടെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലൊന്നും ആക്കിയില്ല. ഒറ്റ ട്രിപ്പ് പാലെടുക്കുകയാണ് ചെയ്തത്. അതൊഴിച്ച് നന്നായി കുറുകി വന്നപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിനകത്ത് വറുത്ത് അതിനകത്തേക്ക് ചേർത്തു. കഴിച്ച് നോക്കിയപ്പോൾ ഒറിജിനൽ പരിപ്പ് പായസം പോലെ തന്നെയുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മൾ അമ്മമാർ വീട്ടിലെന്തെങ്കിലും ഒരു കൂട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി നമ്മുടെ മുന്നിലുള്ള ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പ്രഗത്ഭരായിരിക്കണം. നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ പല ഘട്ടങ്ങളിലും ഇങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് ഫുഡ് തയ്യാറാക്കുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു കൂട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിഭവം ഒഴിവാക്കാണ്ട് എന്തെങ്കിലും പകരത്തിന് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. പരിപ്പ് പായസത്തിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് പപ്പടം. പരിപ്പ് പായസം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ 1-ാം തീയതി സാമ്പാറും അവിയലും പായസവും പപ്പടമൊക്കെ ആയിട്ട് അതിഗംഭീരമായി.